ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീൻ ഏത് വാങ്ങിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പല പലതരം കറികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഏത് മീനായാലും ഈ കറിയിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഒരു വാള മീൻ കറിയാണ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള ഒരു വീഡിയോയാണ്. അതാ കണ്ടല്ലോ, ഇതാണ് കറി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ്. അപ്പോൾ പച്ച തേങ്ങ നോക്കി തന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ചെറിയ തേങ്ങ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നമ്മുടെ എരിവും ഓരോരുത്തരുടെ ഒരു പിന്നെ ഇതനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടിയുടെ അളവ് നല്ല എരിവുള്ളതാണെങ്കിൽ നിങ്ങളത് നോക്കി ചേർക്കുക. ഇതിപ്പോൾ എരിവുള്ളതും ഇല്ലാത്തതും കൂടെ മിക്സാക്കിയ മുളക് പൊടിയാണ്. അപ്പോൾ കളറൊക്കെ നോക്കിയും ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഒന്ന് ചേർത്തെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിനെ നല്ലതുപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ആയിട്ട് ഇനി 2 കൊത്ത് കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ തന്നെ കറിവേപ്പില ഈ കറിയിലോട്ട് ചേരുമ്പോൾ തന്നെ അടിപൊളി മണമാണ്. അപ്പോൾ ഞാനൊരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. ഏത് പാത്രമായാലും കുഴപ്പമില്ല, അതിലോട്ട് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളമൊക്കെ എന്നതാ ഇതുപോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി കുറച്ചുകൂടി വെള്ളം നമുക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് പുളി പിഴിഞ്ഞതാണ്, വാളം പുളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിട്ടതിന് ശേഷമാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതിയെ പതിയെ ഇതിൻ്റെ പിറകിൽ നിന്ന് അങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ നോക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇതിലോട്ട് തക്കാളി, പച്ചമുളക് ഇതൊക്കെയാണ് ചേർക്കുന്നത്. മുരിങ്ങയ്ക്ക, മാങ്ങ പോലുള്ള ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർക്കുക. ഇത് മീനും ഈ തക്കാളിയൊക്കെ വേകാനുള്ള വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയുമായിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് ഞാൻ 2 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തതോ അധികം പച്ച ടൊമാറ്റോയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുളിയുടെ അളവ് ഒന്ന് കുറച്ചെടുക്കുക. അപ്പോൾ അധികം പിന്നെ പഴുത്തതാണെങ്കിൽ നമുക്ക് പുളിയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ വേണം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി താണ്ടെ വാളമീൻ ഈ ചെറിയ രീതിയിൽ ചൂടാവുന്ന സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളമീൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ കണ്ടല്ലോ, ഇതുപോലെ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാൻ എന്താ കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റംസ് കൂടെ ചേർക്കാനുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതാണ്ട് ഇതൊരു 1/4 ടേബിൾ സ്പൂൺ, കൂടരുത്, കൂടിയ കയ്പ്പ് വീഴും. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം എന്താ ചെറിയ രീതിയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ അടയ്ക്കുന്ന രീതിയും നല്ല തിളച്ച് പൊങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ തിളയ്ക്കുന്ന സമയം വരെയും ഇതുപോലെ ഒരു അടപ്പുകൊണ്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടപ്പ് നമുക്കൊന്ന് പകുതിയിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അഥവാ തിളയ്ക്കുന്നത് പൊങ്ങാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതുപോലെ പകുതിയിലാക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തിളയ്ക്കുന്ന സമയത്തിനൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടല്ലോ. അപ്പോൾ ടൊമാറ്റോ ഞാൻ കുറച്ച് വലിയ പീസാക്കി ഇട്ടതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വെന്ത് തൊലി മാത്രം ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് കറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ കുറച്ച് വലുതാക്കി ഇട്ടത്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ഇപ്പോൾ കറി ഏതാണ്ട് ഒന്ന് തയ്യാറായിട്ടുണ്ട്. അതാണ്ട് അരപ്പൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കറി നമ്മൾ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് വറ്റി എല്ലാം വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഈ അരപ്പിൽ വേണമെങ്കിലും കറി തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു അവിയൽ പരുവത്തിലാണ് ഇത്. നമ്മൾ ഇതുപോലെ വെള്ളം പോലെ എടുക്കുകയാണെങ്കിൽ അത് കുഴമ്പ് രൂപത്തിലായിരിക്കും. അപ്പോൾ ഇനി താണ്ടെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഏത് പലഹാരത്തിനും ചോറിനും ഒക്കെ കഴിക്കാം, ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. രുചികരമായിട്ടൊരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇതിന് ഉള്ളി വഴറ്റിയോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കിത് തേങ്ങ ചേർക്കാതെ, തേങ്ങാപ്പാലോ തേങ്ങയോ ആവശ്യമില്ലാതെ വെക്കുന്ന ഒരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ അത് രണ്ടും ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2-3 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ സവാള കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത കാരണം കുറച്ച് അരപ്പ് വേണമല്ലോ, അതിന് വേണ്ടിയാണ്. പിന്നെ അധികം എരിവും പാടില്ല. അപ്പോൾ കണക്കിനുള്ള എരിവ് വേണം. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. നിങ്ങൾ കയ്യിലുള്ള മുളക് പൊടിയുടെ അളവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവനുസരിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതിയോളം നമുക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു മണമുള്ളൊരു മിക്സാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മീനൊക്കെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് എന്താണ്ട് ഏത് പാത്രത്തിലാണോ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ ഇനി വേണ്ടത് നമ്മൾ പുളി, ഞാനിതിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്
നമ്മൾ സാധാ ചേർക്കുന്ന വാളംപുളിയല്ല എടുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ കുടംപുളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് 2 പീസ് ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിൽ ഓവറായിട്ടുള്ള വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്തത് കാരണം തന്നെ വെള്ളം ഓവറായിട്ട് വേണ്ട. അപ്പോൾ കുറച്ച് കുറുകിയ ചാറോട് കൂടി നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അതിനെ അങ്ങ് അതുപോലെ കലക്കിയെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഉപ്പ് ചേർത്തില്ല, ഉപ്പ് കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മുരിങ്ങയ്ക്ക, മാങ്ങ, ടൊമാറ്റോ ഇതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുത്തു, പിന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് മീൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർക്കുന്നത്. സാധാരണ എല്ലാ മീൻകറിയിലും ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ വരട്ടി വയ്ക്കുന്ന മീൻകറിയിൽ മാത്രമാണ് അത് ഒഴിവാക്കുന്നത്. ഇനി ഇത് തിളയ്ക്കുന്ന സമയത്തിന് മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ മീൻ, വാള മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള മീൻ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തലയെ വാല് എല്ലാം തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെറും കഷ്ണം മാത്രം വേണമെങ്കിലും തല മാത്രം വേണമെങ്കിലും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ചേർക്കാതെ നല്ല രുചികരമായി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോയാണ്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അങ്ങനെ നമ്മൾ ഇത് ഇത്രയും ചേർത്ത് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ഇനി നമുക്കൊന്ന് അടപ്പുകൊണ്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നല്ല വെട്ടി കുറച്ച് നേരം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങയ്ക്കയും തക്കാളിയും ഒക്കെ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന് ഞാൻ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ തീരെ കുറയ്ക്കരുത്. ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ചേർക്കാത്ത കാരണമാണ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ കറി വേഗം തയ്യാറാവും. അങ്ങനെ നമ്മൾ തിളച്ചതിനൊക്കെ ശേഷം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റും മണവും എല്ലാം ഉള്ളതാണ്. അപ്പം നല്ല ചൂട് പുട്ടിനും ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതായി കണ്ടല്ലോ, അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് ഉള്ളി വശക്കെ ഒന്നും തന്നെ ചെയ്യാതെ എല്ലാം കൂടെ മിക്സാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ ഇതിലോട്ട് തയ്യാറാക്കുന്നത്. ഇതിൽ കുടംപുളിയോ വാളംപുളിയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു കുടംപുളിയൊക്കെ ചേർത്ത് വെച്ചതാണ്. ഈ മസാലയിൽ തയ്യാറാക്കിയ ഒരു മീൻ കറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിരിക്കുന്ന മൺചട്ടിയാണ്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിതും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു അരക്കൈ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരുന്നത് ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായി ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അധികം മഷി പോലെ ഒന്നും ചതയേണ്ട ആവശ്യമില്ല. അത് താണ്ടെ ഒരു 10-12 ചെറിയ ഉള്ളി ഇതുപോലെ ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടൊമാറ്റോ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളകാണ്. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതിലോട്ട് മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടിയാണ് വേണ്ടത്. അത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല എല്ലാം തന്നെ നന്നായി മിക്സായി വരണം. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഒരു എണ്ണയും ചേർക്കരുത്. നമ്മുടെ ഈ നല്ല നാടൻ ഈ മീൻകറിക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിനി ഇതിൽ താളിക്കുക ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കഴിയും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ കൈ ഉപയോഗിച്ച് ഇതെല്ലാം നല്ല വൃത്തിയായി ഇതുപോലെ മിക്സാക്കുക. ഞാൻ പച്ചമുളക് കട്ട് ചെയ്യുകയോ ചതയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇനി നമ്മൾ ഇതിലോട്ട് തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഈ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഏത് മീനാണോ തയ്യാറാക്കുന്നത് അത് നല്ലതുപോലെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ചാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മത്തി ആ ചാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മീനിനൊക്കെ മസാല തേക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. എല്ലാ ഭാഗത്തും ആകണം. അപ്പോൾ നമ്മളിത് മീനായത് കാരണം നല്ലതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കേണ്ട കാര്യമല്ല. എല്ലാ ഭാഗത്തും ഈ മസാല എല്ലാ ഭാഗത്തും ആകണം. പിന്നെ ഇതോടൊപ്പം തന്നെ ഇനി നമുക്കിതിലോട്ട് പിന്നെ കുടംപുളി. അപ്പോൾ ഞാൻ 2 പീസ് കുടംപുളി ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ട്, ആ വെള്ളത്തോട് കൂടി. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മളിതിൽ അധികം ചേർക്കുന്നില്ല. കുറച്ച് കുടംപുളി ചേർത്ത വെള്ളമാണ് ഇതിലോട്ട് ചേർക്കുന്നത്. 2 പീസ് കുടംപുളി കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്താൻ വെച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതാ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. കലക്കി എടുത്തപ്പോൾ നമ്മുടെ
ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇതേപോലെ തന്നെ അങ്ങ് അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പുളി എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുക, ഒരു അടപ്പിട്ട് അടച്ചു കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന സമയത്തിന് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ടൊന്ന്. അപ്പോൾ നമ്മൾ ഫ്ലെയിം നല്ലത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഊറി ഇറങ്ങുന്നതേ ഉള്ളൂ, ചെറിയ തിള വന്നതേ ഉള്ളൂ. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ചെറിയ ടീസ്പൂണിൽ ചേർത്താൽ മതിയാകും, അത് ചേർത്ത് കൊടുക്കുക. മീതയായിട്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും. ഉലുവ ഇതുപോലെ ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ വലിയ സ്പൂണൊന്നും ഇട്ട് പൊടിച്ച് കളയിൽ ചെറിയ സ്പൂൺ തന്നെ എടുക്കുക. ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ഞാനിതുപോലെ പകുതിയിലാക്കിയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് എണ്ണയൊക്കെ ഇത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇത് നമുക്ക് കുറച്ച് വെള്ളം പോലെയും നല്ല വറ്റിച്ചായിട്ടും എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും മീനൊന്നും ഒന്നും ആയിട്ടില്ല, ഒരു ഇതായിട്ടേ ഉള്ളൂ. അപ്പോൾ വീണ്ടും നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മീനിന് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ അരപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതായത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ദാണ്ടേ നമ്മുടെ മീൻകറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിക്കേ വേണ്ടുള്ളൂ. മീനിനി പൊടിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാൽ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മളിതിപ്പോൾ വെളിച്ചെണ്ണയും ബാക്കിയുള്ള ഐറ്റംസും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻകറിയാണ്. നല്ല അരഞ്ഞ ഒരു അരപ്പ് കൊണ്ട് നമുക്ക് ഇന്നൊരു മീൻകറി തയ്യാറാക്കിയാലോ. അപ്പോൾ ഈ മീൻകറിയുടെ പേര് പുളിയും മുളകും കറി എന്നാണ്. അതായത് പുളിയും മുളകും കറി വയ്ക്കുന്നതെന്നാണ് നമ്മൾ തന്നെ പറയുന്നത്. ഏത് മീനാണെങ്കിലും ഇതുപോലെ തയ്യാറാക്കാം. പിന്നെ ചൂര, നെമ്മീൻ അതുപോലെയൊന്നും തയ്യാറാക്കില്ല. നൊത്തോലിയും അധികം ഈ കറിക്ക് തയ്യാറാക്കില്ല. അയല, കൊടിയാള, ചാള, അപ്പോൾ അതുപോലുള്ള മീനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കുക. പുളിയും മുളകും വെക്കുന്നത് എന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ട്രിവാൻഡ്രംകാർ വെക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഇതിൽ നമ്മൾ അധികം തേങ്ങ ഒന്നും ചേർക്കലായിട്ട് ഒരു ഇച്ചിരി തേങ്ങ പേരിന് മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് കറിവേപ്പിലൊക്കെ ചേർത്തൊന്ന് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ഞാനിതിപ്പോൾ കലക്കിയൊക്കെ വെക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാനിലോട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. പച്ച കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ച് വേഗം കരിച്ചെടുക്കരുത്. ഒരു ചെറിയ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ കരിയാതെ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കുരുമുളക് നല്ല ചൂടായി. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇത് ഞാൻ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂട്ടുക. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി 2 പിഞ്ച്, പിന്നെ മുളക് പൊടി ഒരു 2.5-3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് നല്ലതുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് കുറച്ച് എരിവുള്ള കറിയാണ് കേട്ടോ. എരി കുറയാൻ വേണ്ടി ഞാൻ ഇതിലൊരു ടിപ്പ് പറഞ്ഞുതരാം, എങ്ങനെയാണ് എരി കുറയ്ക്കണേന്ന് നിങ്ങൾ ഈ കറി വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് രണ്ടും എല്ലാം കൂടി ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. പൊടികൾ തീരെ വറുക്കാതെയും എടുക്കരുത്. നല്ല വറുത്ത് നല്ല ചൂടായി നല്ലൊരു മണം വരണം. അപ്പോൾ ഓഫാക്കി തണുപ്പിച്ചെടുക്കുക. നല്ല തണുക്കണ്ട. ഇതൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഒരു ഇച്ചിരിയ തേങ്ങ മതിയാവും. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ പൊടികൾ ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇളം ചൂട് പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളകും കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനി ഞാൻ 2 പീസ് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട്. നിർബന്ധമായിട്ടും ടേസ്റ്റ് ഈ കറിക്ക് വരുന്ന ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് ആണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് പുളി പിഴിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. മാക്സിമം നിങ്ങൾ അരച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ഇതുപോലെ കയ്യിൽ ഞാൻ എടുത്ത് കാണിക്കുന്നതിനെ അത്രയ്ക്കും അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു കറിച്ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ അരപ്പ് മൊത്തം ചേർത്ത് കൊടുക്കാം. അരപ്പ് മൊത്തം നമുക്ക് അതിൽ ചേർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ജാറ് ഞാൻ ചെറിയ ജാറ് എടുത്തത് നന്നായി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇത് അത്രയ്ക്കും തോനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ആ ഒരു ഇതിലത്തേക്ക് മാത്രമുള്ളൂ. വേറുള്ള കറിക്കാണ് നമ്മൾ തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുന്നത്. ഇത് തേങ്ങ അരച്ച കറി പോലെ ഇരിക്കുകയും ചെയ്യും.
അധികം അങ്ങ് ഓവർ തേങ്ങ നമ്മൾ ചേർത്തിട്ടില്ല. അപ്പോൾ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് ഈ കറി വെക്കുമ്പോഴത്തേക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് വെള്ളക്കറി വയ്ക്കും. മഞ്ഞക്കറി ഉണ്ടല്ലോ ഒഴിച്ചു കൂട്ടാൻ, അതും പിന്നെ മരിച്ചിനിയും. അപ്പോൾ നല്ല വെന്ത മരിച്ചിനിയും ഈ പുളിമുളക് കറിയും വെള്ളക്കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക, ഇഷ്ടപ്പെടും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നോക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്തതിന് ശേഷം ഞാൻ അടുപ്പ് ഓണാക്കി, ഫ്ലെയിം ഓണാക്കി തണ്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തിളച്ച് ചൂട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തിന് ഒരു ടൊമാറ്റോ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത്, കുറച്ച് പച്ചമാങ്ങ കയ്യിലുണ്ടായിരുന്നു, അതുകൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് കറിക്കും പച്ചമാങ്ങയൊക്കെ ചേർക്കുന്ന നല്ല ഒരു ടേസ്റ്റ് അല്ലേ, കുറച്ച് പുളിയൊക്കെ കിട്ടും. പിന്നെ അതായത് ഒരു തൊണ്ടമുളക് 2ആക്കി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മീനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ ചേർക്കാൻ എടുത്തിരിക്കുന്ന മീൻ അയല മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഇഷ്ടമുള്ള മീൻ എടുത്ത് വെക്കാം. പിന്നെ നമ്മൾ നെമ്മീൻ, ചൂര അതുപോലുള്ള നൊത്തോലിയൊന്നും അധികം വെക്കില്ല. ഇത് അയല തലയും ഉണ്ട്. 3 അയല ആണ് ഞാൻ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തല ഉൾപ്പെടെ ഇതിനെ ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിന് ഇതാണ്ട് ഞാൻ അടച്ചു വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് തുറക്കുന്നത്. അപ്പോൾ ഇതേ ഒരു കരണ്ടി കൊണ്ട് സൈഡിലോട്ടൊക്കെ ആയിരിക്കുന്ന എല്ലാം ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. ഇതിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പണ്ട് ഉമ്മ കറി വയ്ക്കുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി കറുത്ത് വരും. കാരണം എന്ന് പറഞ്ഞാൽ തേങ്ങ ഈ ഞാൻ ചേർത്ത 3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ ഇതിൻ്റെ നേർപകുതിയെ ചേർക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാനായത് കാരണം നല്ല എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ടും ഞാൻ കുറച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തു. അത്ര പോലും തേങ്ങ ഈ കറിക്ക് ചേർക്കില്ല, പിന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കും. പണ്ട് ഉമ്മ ഇതിൽ വെളിച്ചെണ്ണയും ചേർക്കില്ല. ഇതിങ്ങനെ വറ്റി നല്ല കുറുക്കി വരുമ്പോഴത്തേക്കും അങ്ങനെ അതോടുകൂടിയാണ് നമ്മൾ ആ കറി കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടുതൽ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തു. വെളിച്ചെണ്ണ ചേർക്കുന്നത് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായി, കാരണം കഠിനമായ എരിവൊന്നും വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കറി 2-3 പ്രാവശ്യമൊക്കെ ഇളക്കി എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇത് നല്ല കറിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഒരു അയലത്തലയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്തേക്കാം. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുരിങ്ങയ്ക്കയും മീൻ തലയും അവിയലാണ്. അപ്പോൾ നല്ല ചൂര മീനും മുരിങ്ങയ്ക്കയും ചേർത്ത് നമ്മുടെ നാട്ടിൽ വയ്ക്കുന്ന മീൻ അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് പിന്നെ മരിച്ചിനിക്കും ചോറിനും മാത്രമല്ല, നമുക്ക് ചക്കയ്ക്ക് എല്ലാത്തിനും പറ്റും. കാപ്പിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങ അരച്ചുള്ള മീനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മീനൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് മീനിൻ്റെ തലയുടെ എല്ലാ പാർട്സും മുള്ള് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ല പച്ച മുരിങ്ങയ്ക്കൊക്കെ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ, അപ്പോൾ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 4-5 ചെറിയ ഉള്ളി ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. മഞ്ഞൾപ്പൊടി അധികം കൂടരുത്, എന്നാൽ കളർ വേറൊരു കളറാവും, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർക്കണം, അല്ലെങ്കിൽ കറിക്ക് നല്ല എരിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, അധികം എരിവില്ലാത്തതും കുറച്ച് കളറുള്ളതുമാണ്. സാധാ മുളക് പൊടിയാണ്, പിരിയ മുളക് പൊടിയൊന്നും അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരക്കരുത്, ഇതുപോലെയാണ്. അതായത് തേങ്ങ തരിതരിപ്പും ഉണ്ട്, നല്ല അരഞ്ഞിട്ടില്ല എന്നാൽ അരയാതിരുന്നിട്ടുമില്ല, ആ ഒരു പരുവത്തിനാക്കി എടുക്കുക. ഇതുപോലെ കറി തയ്യാറാക്കുന്ന പാത്രത്തിലോട്ട് ഇത് മൊത്തം ആക്കിയിട്ട് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി എടുക്കുക. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം പുളി പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇനി നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളിയൊക്കെ ചേർത്താണ്, പുളി ഞാൻ പിഴിഞ്ഞ് ചേർത്തു. ഇപ്പോൾ നമ്മൾ അരച്ചൊക്കെയാണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നാര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ എടുത്ത് മാറ്റുക. ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അരയാതൊക്കെ കിടക്കുകയാണെങ്കിൽ അതും കൂടി എടുത്ത് മാറ്റുക. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി നമ്മുടെ ഈ അരപ്പ് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് ആദ്യം തന്നെ മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൊണ്ടമുളക് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, തൊണ്ടമുളക് കയ്യിലുണ്ടെങ്കിൽ അതും 2 ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമില്ലാതെ എടുത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് ഒരു ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത്, ഒരു ടൊമാറ്റോ ഞാൻ ഒരു 6 പീസാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമാങ്ങ അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പച്ചമാങ്ങ ഇല്ലാത്തതാണ് ഞാൻ ടൊമാറ്റോന് ചേർക്കുന്നത്. മുരിങ്ങയ്ക്ക് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഇതുപോലുള്ള അവിയലിൽ മുരിങ്ങയ്ക്ക് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ പച്ചയ്ക്ക് എടുത്ത് നിങ്ങൾ ചേർക്കരുത്. ഉലുവ ഒന്ന് ആദ്യം എണ്ണ ഒന്നും ഒഴിക്കാതെ വെറുതെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെയുള്ള ഉലുവ വേണം നമ്മുടെ ഈ കറിക്ക് ചേർത്ത് കൊടുക്കാൻ. പച്ചയ്ക്ക് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. പച്ചയ്ക്ക് ചേർക്കരുത്, കയ്പ്പ് കൂടും കറിക്ക്. അപ്പോൾ അത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ ചെറുതായിട്ട് തിള പറഞ്ഞ കാരണം ഞാനൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടച്ചു വെച്ച് കൊടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻകറി ദാണ്ട് നല്ലതുപോലെ തിളച്ച്, അപ്പോൾ അതാണ്ട് മീനും തേങ്ങയൊക്കെ ഒന്ന് മിക്സായി ഇതുപോലെ കിട്ടുന്നുണ്ട്. ഈ സമയത്തിന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീനൊക്കെ നല്ല ഉറപ്പുള്ള മീനായത് കാരണം പൊടിഞ്ഞൊന്നും പോകില്ല. അതുകൊണ്ട് ധൈര്യമായി നല്ലതുപോലെ ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ മുരിങ്ങക്കയുടെ വെള്ളവും തക്കാളി എല്ലാം അപ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇതാക്കണം. ഇനി ഞാൻ ഉപ്പുണ്ടാകുന്ന ഈ സമയം നോക്കുന്നുണ്ട്. ഉപ്പ് പുളിയൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് മീനിലോട്ട് ഇതൊക്കെ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ ഏതാണ്ട് ഇതുപോലെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ മീൻകറി ഏതാണ്ട് തയ്യാറായി. അതുകൊണ്ടാണ് നമുക്ക് എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മുരിങ്ങയ്ക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രം പോരാ, എന്തായാലും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത് ഇതുപോലെ മീൻ തലയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. മീനിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളും മീൻ തലയും ഒക്കെ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇതേ പരുവത്തിന് വേണമെങ്കിൽ ഓഫാക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓഫാക്കിയതിന് ശേഷം വറ്റിച്ചെടുത്തു. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മീൻ കരുത ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ആ ഒരു ചാറ് മാത്രമേ ഉള്ളൂ. കുറച്ച് വറ്റിച്ചെടുത്തുകൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല തേങ്ങയും നമ്മുടെ പുളിഞ്ചിക്ക ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഉലുവ വറുത്ത് പൊടിച്ച ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വറ്റിച്ചെടുക്കുന്ന ഈ ഒരു കറി സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചേർത്തിരിക്കുന്ന മീൻ ഞാൻ ഇതാണ് മത്തിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മീനും ഇതുപോലെ തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങ എടുക്കണം. തേങ്ങ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പച്ച തേങ്ങ എടുക്കുക. അതായത് ഫ്രിഡ്ജിൽ വെക്കാത്ത തേങ്ങ എടുക്കുക. നമ്മുടെ ഇതുപോലത്തെ മീൻകറിക്കൊക്കെ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് പുളി ചേർത്ത് കൊടുത്തു. പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പച്ചമാങ്ങ, പുളിഞ്ചിക്ക ഇതുപോലത്തെ തക്കാളി ഒക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുളിയും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് ഈ ഒരു പീസ് ഉള്ളി എടുത്തതും ചെറിയ പുളി എടുത്തതും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ദാണ്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ദാണ്ട് കുറച്ചധികം കറിവേപ്പിലയും ഒരു തൊണ്ടമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിനി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഇതിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓവർ വെള്ളമൊന്നും നമ്മളിതിൽ വെക്കരുത്. നമ്മൾ മീൻ വേഗം വെന്ത് കിട്ടും. പിന്നെ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറി വെന്ത് കിട്ടാൻ വേണ്ടിയുള്ള വെള്ളം മതിയാകും. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും കറിവേപ്പില ഞാൻ നേരത്തെ ചേർത്തല്ലോ. ചേർത്തതിന് ശേഷം നല്ലതുപോലെ മഷി പോലെ അടിക്കരുത് കേട്ടോ. ചെറുതായിട്ടൊക്കെ അത് കിടക്കുന്ന രീതിയിലാണ് അടിച്ചെടുക്കാൻ വേണ്ടി ഇത്ര വെള്ളം ചേർത്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇത്രയും തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. അതിൻ്റെ ചാള മീനാണ് എടുത്തിരിക്കുന്നത്. മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ സൈസ് മത്തിയായത് കാരണമാണ് ഞാൻ ഇതുപോലെ വെക്കുന്നത്. അപ്പോൾ ചെറിയ സൈസ് മത്തി ഇതുപോലെ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അയലയും വാളയും ഒക്കെ ഇതുപോലെ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിൽ നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീൻ നമ്മുടെ എല്ലാ ഭാഗത്തുമായിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് കറിയിൽ എന്തൊക്കെയാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ഇടുന്നത് പുളിഞ്ചിക്കയാണ്, നല്ല പച്ച പുളിഞ്ചിക്കയാണ് ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ ട്രിവാൻഡ്രംകാരിവിടെ പുളിഞ്ചിക്ക എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ അധികം പഴുക്കാത്ത തക്കാളി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ പുളി കുറച്ചാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ കുടംപുളി ചേർക്കുമ്പോൾ, കുടംപുളിയല്ല നമ്മൾ വാളംപുളി ചേർക്കുമ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാൻ. പിന്നെ ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവ വറുത്ത് പൊടിച്ചത്, ഞാൻ സ്ഥിരം എല്ലാ മീൻകറിയിലും ചേർക്കുന്നതാണ് ഉലുവ വറുത്ത് പൊടിച്ചത്. അപ്പോൾ അതുകൂടി ഇതുപോലെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അധികം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കുക, ഒന്ന് വേകണം. ഇതിൻ്റെ അരപ്പൊക്കെ ഒന്ന് വേകണം, അതുകൊണ്ട് ഫ്ലെയിം ഒരു മീഡിയം ലെവലിലോട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ പൊങ്ങി കളയുന്ന കറിയൊന്നുമല്ല, അതുകൊണ്ട് മൊത്തത്തിൽ വേണമെങ്കിലും അടച്ചു വയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് കണ്ടല്ലോ, ഇതുപോലെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നെ ആയിട്ടില്ല. ഇനി ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ആക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇനി അടയ്ക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് കറി ഏതാണ്ടായിട്ടുണ്ട്, ഒന്ന് നല്ല വറ്റിച്ചെടുക്കണമെങ്കിൽ നല്ല വറ്റിച്ചെടുക്കാം. അല്ലാതെ ഇതുപോലെ കുറച്ച് പിന്നെ അരപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ എടുക്കാം. ഞാൻ ഇതിപ്പോൾ മുള്ളൊക്കെ ഉള്ള മീനായത് കാരണം പൊടിഞ്ഞു പോകുന്ന കരുതി ഞാൻ അധികം ഇളക്കുന്നില്ല, അതുകൊണ്ടാണ് ഈ ടവൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആക്കുമ്പോഴേ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകില്ല, അതിൽ ചെറിയ മുള്ളൊക്കെ അതിലോട്ട് ഇറങ്ങാതിരിക്കും. അപ്പോൾ ടൊമാറ്റോയൊക്കെ നല്ല വെന്തിട്ടുണ്ട്, പുളിഞ്ചിക്കയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം തന്നെ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ, ടൊമാറ്റോയൊക്കെ നല്ല വെന്തത് കൊണ്ടാണ് ഇതൊന്ന് ഇതാക്കിയപ്പോൾ തന്നെ എല്ലാം ഇളകിപ്പോയത്. അപ്പോൾ ഞാൻ കൂടുതലും ടൊമാറ്റോ ഇതിലോട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാണ് ഇടുന്നത്. അപ്പോൾ അതായത് അപ്പോഴത്തേക്കും നമുക്ക് ഇതിലെ പുളിയൊക്കെ കൂടെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ മീൻകറി ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് ഇതുപോലെ ഇത്രയും വറ്റിച്ചാണ് ഞാൻ ഈ മീൻകറി എടുക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്.